അദ്വൈത വേദാന്തത്തിൻ്റെ ആദരണീയനായ ശ്രീ ആദിശങ്കരാചാര്യരുടെ പുണ്യമായ മാതൃഭവനവും ജന്മസ്ഥലവും മേൽപ്പാഴൂർ മന. എറണാകുളം ജില്ലയിൽ പിറവത്തിന് സമീപം വെളിയനാട് എന്ന ഗ്രാമത്തിലാണ് ഈ നമ്പൂതിരി ഇല്ലം. ആദിശങ്കരൻ്റെ ജന്മദേശമായി കാലടി അറിയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം ജനിച്ചതും ഉപനയനം വരെ വളർന്നതും അമ്മ വീടായ മേൽപ്പാഴൂർ മനയിലാണ്. ആദിശങ്കരൻ്റെ വിദ്യാരംഭവും ഉപനയനവും ഇവിടെയാണ് നടത്തിയിരുന്നത്. 11 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ കോമ്പൗണ്ടിൽ 4 കെട്ടിൻ്റെ അതിശയിപ്പിക്കുന്ന ശാന്തമായ പ്രൗഢി നിലകൊള്ളുന്നു. പുരാതന കാലത്തെ കേരളത്തിൻ്റെ പവിത്രവും മനോഹരവുമായ പാരമ്പര്യങ്ങളെ ഈ പഴക്കമുള്ള നമ്പൂതിരി ഭവനം എടുത്തു കാണിക്കുന്നു. അതിൻ്റെ ഘടനാപരമായ ശക്തിയും രൂപകൽപ്പനയും ഉപയോഗക്ഷമതയും കലയും മരവും ഗ്രാനൈറ്റും ആരാധനയും അതിമനോഹരമായി സംയോജിപ്പിക്കുന്നു. മധ്യഭാഗത്ത് നടുമുറ്റം. ഇപ്പോൾ 4 കെട്ടായ ഈ മന യഥാർത്ഥത്തിൽ 8 കെട്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയിരിക്കുന്നു. ഇപ്പോഴും പഴയ കാലത്തിൻ്റെ ആത്മീയ മഹത്വവും സമ്പന്നതയും അതിൻ്റെ ശാന്തമായ സ്വഭാവത്തിലും വാസ്തുവിദ്യാ രൂപകൽപ്പനയിലും പ്രകടമാകുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ഭൂഗർഭ നിലവറയും ക്ഷേത്ര ആഭരണങ്ങളും വീട്ടുപകരണങ്ങളും സൂക്ഷിക്കുന്നതിനുള്ള സംഭരണശാലകളും ഉണ്ട്. തെക്കിനിയിൽ വലിയ കുടുംബ ഒത്തുചേരലുകളും ഉത്സവ വിരുന്നുകളും നടത്തിയിരുന്നു. വടക്കു ഭാഗത്ത് പവിത്രമായ തേവാരപ്പുരയുണ്ട്. കിഴക്ക് ഭാഗത്ത് ആദിശങ്കരൻ്റെ ജന്മമുറി സ്ഥിതി ചെയ്യുന്നു. 2015 ശ്രീ ആദിശങ്കരൻ്റെ ഒരു വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചു. അഖണ്ഡ ജ്യോതിയുടെ പവിത്രമായ സ്പന്ദനങ്ങൾ, പതിവ് വേദമന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ എന്നിവ ഈ മുറിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ പ്രവേശിക്കുന്ന എല്ലാവർക്കും അഗാധമായ ഉന്മാദദായകമായ അന്തരീക്ഷം അനുഭവപ്പെടുന്നു. ആദിശങ്കര നിലയത്തിൻ്റെ ചുവരുകൾ ശ്രീ ശങ്കരൻ്റെ ജീവിതത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളെ ദൃശ്യപരമായി വിവരിക്കുന്ന കേരള ചുവർച്ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ ക്ഷേത്ര ആരാധനാലയങ്ങൾക്കും കുളങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മേൽപ്പാഴൂർ മന ലോകമെമ്പാടുമുള്ള സമാധാനവും ഏകാന്തതയും തേടി വരുന്നവരെ ആകർഷിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു.
മനോഹരമായ ഒരു കുളവും കുളപ്പുര മാളികയും ഇവിടെ കാണാം. മനയുടെ സമീപത്തായാണ് കുടുംബ പരദേവതാ ക്ഷേത്രം. സ്വയംഭൂ ശാസ്താവാണ് പ്രതിഷ്ഠ. കൂടാതെ വേട്ടയ്ക്കൊരു മകനും നാഗയക്ഷിയും പ്രതിഷ്ഠകളായിട്ടുണ്ട്. ജീർണിച്ച് അന്യാധീനപ്പെട്ടു പോകുമായിരുന്ന മന കണ്ടെത്തി വരും കാലത്തിനായി പരിപാലിച്ചത് ചിന്മയാനന്ദ സ്വാമികളായിരുന്നു. ആദിശങ്കര നിലയം എന്ന് അദ്ദേഹം പേരിട്ട മനയോട് ചേർന്ന് ഇപ്പോൾ ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നു. മന ഇപ്പോൾ ചിന്മയ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ കൈവശമാണ്. ചിന്മയ വിശ്വവിദ്യാപീഠത്തിൽ ഭാരതീയ ജ്ഞാന പരമ്പരയും ആധുനിക വിഷയങ്ങളും ഏകോപിപ്പിച്ച് പഠിപ്പിക്കുന്നു. ചിന്മയാനന്ദ സ്വാമിയുടെ സ്മരണയ്ക്കായി ഒരു ധ്യാന മണ്ഡപവും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. വൈദിക ആചാരങ്ങൾക്കും ധ്യാനങ്ങൾക്കും അനുയോജ്യമായ അന്തരീക്ഷമാണിവിടെ. ചരിത്രപരമായ വൈഭവം നിലനിർത്തിച്ചും ആഴത്തിലും ചിന്തനത്തിനും ആധ്യാത്മിക വികാസത്തിനും ഈ മന മികച്ച ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. സ്വസ്ഥവും സമാധാനപരവുമായ ഈ അന്തരീക്ഷത്തിൽ നിരവധി സഞ്ചാരികൾ വന്നു പോകുന്നു.